ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ രാവിലെ ഉച്ചയായിട്ടുണ്ട്. ചിണ്ടാപ്പി വീട്ടിൽ ഭയങ്കര മഴ. അവൾക്ക് ഉടുപ്പ് മേടിച്ച് കൊടുക്കുന്നില്ല. അവൾക്ക് ഉടുപ്പ് പറഞ്ഞാൽ എന്നെ കൊണ്ട് നിർബന്ധിച്ച് എന്നെ കണ്ടാ ഉടുപ്പ് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ വായോ എല്ലാവരും ഒന്ന് ചാനൽ അതിട്ടാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യുക. ചിണ്ടാപ്പിൻ്റെ കുഞ്ഞാപ്പിയൊക്കെ കണ്ട കാറൊക്കെ കയറിയിരിക്കുക, ഫസ്റ്റിലേക്ക് കയറിയിരിക്കുക രണ്ടുപേര്. ഉടുപ്പെടുക്കാൻ പോയി. ചിണ്ടാപ്പിക്ക് ഉടുപ്പെടുക്കണം. പിന്നെ എനിക്ക് ചെരുപ്പില്ല കണ്ടതാ, ഞാൻ ചെരുപ്പില്ലാതെ കയറുകയാണ്. കുഞ്ഞാപ്പിക്ക് ഉടുപ്പണം, കുഞ്ഞാപ്പിക്ക് പാൻറ്റ് വേണം. എനിക്ക് ചെരുപ്പില്ല, അപ്പം ചെരുപ്പ് മേടിക്കണം. അപ്പം ഞങ്ങൾ കാറിൽ പോവാണ്. അപ്പൊ നമ്മളിതേ പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഒന്ന് പോവാനായിട്ട്. കുഞ്ഞാപ്പി ദേണ്ട ഇവിടെ ഇരിക്കുന്നത്. കുഞ്ഞാപ്പി രാവിലോട്ട് ഭയങ്കര വഴക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാനാണെങ്കിൽ രാവിലെ കണ്ടാപ്പിയോടൊരു പിടുത്തവും കഴിഞ്ഞിരിക്കുകയാണ്. ഇവന്മാരോടൊക്കെ നമ്മളൊരു ഉടുപ്പ് മേടിച്ചൊക്കെ, നമ്മൾ കുഞ്ഞുങ്ങളുള്ളതല്ലേ, അപ്പോൾ ഫീഡിങ് ഒക്കെ വേണ്ടേ. അപ്പോൾ ഇവനോട് ഞാൻ പറഞ്ഞേടാ എനിക്കൊരു ഉടുപ്പ് മേടിച്ചു തരാന്ന്. അപ്പോൾ ഇവൻ പറഞ്ഞു ഉള്ള ഉടുപ്പൊക്കെ എടുത്തോണ്ട് നമുക്കതിന് സിപ്പ് പിടിപ്പിക്കാവുന്ന. ഉടുപ്പൊക്കെ നോക്കിയപ്പോൾ ഒന്നും കൊള്ളത്തില്ല, കീറിയതും പണ്ടത്തെ ഉടുപ്പാണ്, ഒത്തിരി വർഷമായ ഉടുപ്പൊക്കെ അത്. അതൊക്കെ എങ്ങനെ ഇനി പുറത്തോട്ടൊക്കെ പോകുമ്പോൾ. എന്നിട്ട് ഞാൻ നോക്കി, എന്നിട്ടും കൊള്ളത്തൊന്നുമില്ല. പിന്നെ വഴക്കുണ്ടാക്കിയ അവസരം ഞാൻ കണ്ടാപ്പിയോട് പറഞ്ഞെങ്കിൽ എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് അടിയുണ്ടാക്കി ഞങ്ങൾ വേണമെങ്കിൽ മാറി ഇരിക്കുകയാണ്. നമ്മുടെ സ്വന്തമായിട്ട് പൈസയൊക്കെ ഉണ്ടെങ്കിൽ ഇവന്മാരോടൊക്കെ നമുക്ക് ഇങ്ങനെ ഇറക്കേണ്ട ഒരു കാര്യവും വരത്തില്ല. ഇല്ലാത്തതുകൊണ്ടല്ല നമ്മൾ ഈ കഴുതകളോടൊക്കെ ചോദിക്കേണ്ടി വരുന്നത്. ഇതേ കണ്ട പാവ കുഞ്ഞാപ്പിയുടെ ഇരിപ്പൊക്കെ കണ്ട്. ഓ കുഞ്ഞാപ്പ ഏത് കുഞ്ഞാപ്പി കൈസ്. അപ്പം നമ്മൾ ഒരു കടയിൽ നിർത്തിയിട്ടുണ്ട്, ചെരുപ്പ് കടയിലാണ്. കണ്ടാപ്പിയാണ് ഈ ചെരുപ്പില്ലാതാണ് വന്നിരിക്കുന്നത്. അതൊക്കെ കാണിച്ചിട്ടാണ് നമ്മൾ കടയിലെത്തി. ഇതേ കണ്ടോ കൈസ്, കണ്ടാപ്പി ചെരുപ്പില്ല. കണ്ടാപ്പി ചെരുപ്പ് മേടിക്കാനാണ് വന്നത്. ഭയങ്കര എച്ചയാ ഇവൻ, ഒരു ചെരുപ്പ് പോലും മേടിക്കത്തില്ല ഇവൻ. അപ്പം നമുക്ക് കണ്ടാപ്പിക്ക് ചെരുപ്പ് നോക്കാം. ഇതേ ഒത്തിരി ചെരുപ്പൊക്കെ ഉണ്ട് ഇവിടെ ഗൈസ്. ഏത് ചെരുപ്പ് എടുത്താലും 100 രൂപ 200 രൂപ മാത്രമുള്ള കടയാണ് ഇതിൻ്റെ. ഇത് നിൽക്കണ്ടോ, 100 രൂപ മാത്രം, അകത്ത് 100 രൂപ മാത്രം ഗൈസ്. അങ്ങനെ കണ്ണാപ്പി ഇതേണ്ട 100 രൂപയാണ് ഒരു ചെരുപ്പ് എടുത്തിരിക്കുന്നത്. വെച്ചിത്തരേ ഉള്ളു കയ്യിൽ. 100 രൂപയുടെ ചെരുപ്പ് കടയാണ് ഇത്. അത്യാവശ്യം നല്ല ഇതൊക്കെ ഉണ്ട്. വേറെ ചെരുപ്പ് മേടിച്ചിരിക്കുകയാണ് കേട്ടാ. 2 ചെരുപ്പ് മേടിച്ചിട്ടുണ്ട്. അത് വീട്ടിൽ ഇടാനും ഇത് പുറത്തിടാനും. ചിണ്ടാപ്പിക്കാർക്ക് കൊച്ചിനെ പിടിച്ചോ ഗായ്സ്. ഒരു പണി കിട്ടി ഗായ്സ്. ഞങ്ങൾ കാറുമായിട്ട് പോയി പമ്പിൽ പോയി എണ്ണ അടിച്ചപ്പോൾ കാറിൻ്റെ ഡീസൽ വണ്ടിയാണ്. വണ്ടിക്ക് ഭയങ്കര മിസ്സിങ്, കംപ്ലൈൻ്റ് ആയി. ഇപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ വന്നിരിക്കുകയാണ്. വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുത്തിരിക്കുകയാണ്. ചിണ്ടാപ്പി കൊച്ചിനെ നിർത്തിയിട്ട് ഞാൻ വീട്ടിൽ പോയി ബൈക്കിൽ ഇപ്പോൾ എടുത്തിട്ട് വന്നിരിക്കുകയാണ്. ചിണ്ടാപ്പിയേ ഇതാണ് നമ്മുടെ കാറ് കിടക്കുന്ന അവിടെ വർക്ക്ഷോപ്പിൽ. ഞാൻ ബൈക്കോട്ട് വന്നു. ചിന്നാപ്പി കാറിനകത്തിരുന്ന് പാല് കൊടുക്കുകയാണ് കേട്ടാ. കുഞ്ഞാപ്പി ഇവിടെ എന്നെ കാത്തു നിന്നപ്പോൾ ഞാൻ ബൈക്ക് എടുക്കാൻ വീട്ടിൽ പോയിട്ട് വന്നതാണ്. അവർ രണ്ട് കുഞ്ഞാപ്പിക്ക് വിശന്ന് കഴിഞ്ഞപ്പോൾ പാല് കൊടുത്തോണ്ടിരിക്കുകയാണ് അകത്ത്. ചിന്നാപ്പി ഇപ്പോൾ വരും. ഗായ്സ് നമ്മുടെ വണ്ടിയുടെ ഇഞ്ചക്ടർ ചെറിയ മിസ്സിങ്, ഭയങ്കര ഇഞ്ചക്ടർ കേട്ടോ. വണ്ടിയെ ഫ്രണ്ട് ഇളക്കിയിട്ടിരിക്കുകയാണ്. എന്നാലും വല്ലാത്തൊരു ചതിയായിപ്പോയി രാവിലെ കേട്ടോ. ഇഞ്ചക്ടറൊക്കെ ഇളക്കിയിട്ടിരിക്കുകയാണ്. കുഞ്ഞാപ്പി ചിന്നാപ്പി ഇതാ നിൽക്കുന്നത്. കാറിൽ പോയതാണ്. ഇനിയിപ്പോൾ തിരിച്ചാക്കൾ ബൈക്കിൽ പോകാനുള്ള പ്ലാനാണ്. ഇനി നമുക്ക് ബൈക്കിൽ പോകാം. ഞങ്ങൾ തുപ്പാശ്ശേരി വന്നിരിക്കുകയാണ്. അങ്ങനെ ബൈക്കിലാണ് വന്ന. ബൈക്ക് കാറും പോയി, എല്ലാം പോയി. കാറ് പണി വന്നേ വഴി കിടത്തിരിക്കുകയാണ്. ഇങ്ങനെ വഴി കിടത്തി ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. വഴി കിടത്തിരിക്കുകയാണ് ആദ്യമായിട്ട്. കറക്റ്റ് വർഷോപ്പിൽ കയറ്റി, വർഷോപ്പിൽ കയറ്റിയിട്ടുണ്ട്. അവരോട് പോകും, ഞാൻ അവരോട് പോയി. അപ്പൊ ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞു. കുഞ്ഞാപ്പിക്ക് കുറച്ച് വീട്ടിൽ ഇടാനായിട്ട്. കുഞ്ഞാപ്പിക്ക് ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കുഞ്ഞാപ്പിക്ക് ഉണ്ടായിരുന്നു ഒത്തിരി, പക്ഷെ അത് ചായ കുടിച്ച് ചായക്കറയും എല്ലാം കീറിപ്പോയി. അപ്പം ഞങ്ങൾ കണ്ടപ്പോൾ എനിക്ക് കുഞ്ഞാപ്പിക്ക് കുറച്ച് ഡ്രസ്സ് മേടിച്ചു തന്ന്. അപ്പം ഞങ്ങളത് മേടിച്ച് കുഞ്ഞാപ്പി ഇറങ്ങിപ്പോയി. കണ്ണാപ്പിയുടെ ഇരിക്കുകയാണ്. പിന്നെ മിക്സി ജാറ് ശരിയാക്കാൻ കൊടുത്ത്. ഇനി അത് മേടിച്ച് കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചിട്ട് ഞങ്ങൾക്ക് വർക്ക്ഷോപ്പിൽ പോകണം. വണ്ടി ശരിയായി നോക്കണം. ഒരു പേരൊക്കെ എടുത്തിരിക്കുകയാണ് ഫ്രൂട്ട്സ് കടയിൽ. ചിണ്ടാപ്പിക്ക് ഒരു പേരയ്ക്ക, പിന്നെ മാതുളമുണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. ഇവിടെ കുഴിയില്ലാത്ത മുന്തിരിയാ എത്രയാ? 1/2 കിലോ മതി. പിന്നെ പ്ലംസ്
നമ്മുടെ ചേട്ടത്തി പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാൻ വിചാരിച്ച് ചേട്ടത്തിക്ക് നമ്മൾ പ്ലംസ് മേടിച്ച് ഈ സാധനം നല്ല പ്രോട്ടീൻ അടങ്ങിയത്. ഇതിൻ്റെ പേര് ചേട്ടാ ഇതിൻ്റെ പേരെന്തുമായിരുന്നു? കട്ടി ഫ്രൂട്ട്. ഇതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല ഗൈസ്, എന്തോ പറഞ്ഞു. ഇത് നല്ല ഇതെനിക്ക് മേടിക്കുക. ഇത് പ്ലംസ് ചേട്ടത്തിക്ക്. വീടത്തെ മുന്തിരി ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടാണ് മേടിക്കാൻ, ജ്യൂസ് അടിക്കുക. ഭയങ്കര ബ്ലോക്കാണ്. നമ്മൾ എവിടെ കയറ്റിക്കൊണ്ട് പോവാം.